എല്ലാ മാസത്തിലും ഒരു ദിവസം തറവാട്ടിൽ പൂജ ഉണ്ടാവാറുണ്ട്. ഇന്ന് തറവാട്ടിൽ പൂജയുള്ള ദിവസമാണ്. പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള മലരിൽ നിന്ന് വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂജയ്ക്ക് എടുക്കുന്ന മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പൂജയുടെ മുന്നൊരുക്കങ്ങളിൽ ഏറ്റവും ടാസ്ക് എന്ന് പറയുന്നത് ഇളനീര് വെട്ടിയെടുക്കുകയാണ്. പൂജയ്ക്ക് 3 ഇളനീരാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് കേടൊന്നും ആവാതെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കുകയാണ് വല്യമ്മയും അമ്മയും കൂടി. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ മാത്രം ഇവിടെ ഒരു പണിയും ചെയ്യുന്നില്ലെങ്കിലും ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പണികളൊക്കെ ആയിട്ട്. അമ്പലത്തിൻ്റെ 4 വശത്തും ഉള്ള തൂക്കുവിളക്കുകളൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ പൂജ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അമ്പലത്തിനകത്ത് പൂജ ചെയ്യുന്നത് പുരുഷന്മാരാണെങ്കിലും പുറമേ നിന്നിട്ട് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കാറുള്ളത് നമ്മുടെ അമ്മമാരൊക്കെ തന്നെയാണ്. പൂജാദ്രവ്യങ്ങളൊക്കെ ശ്രീകോവിലിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരായി അരിയും പൂവിടുകയാണ് ചെയ്യുക. തുളസിയും അരിമണിയും കൂടി ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ തരും. അത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ശ്രീകോവിലിനകത്തേക്ക് ഇടുകയാണ് ചെയ്യേണ്ടത്. ഇളനീരും പഴവും അവിലും മലരും ശർക്കരയും മുന്തിരിയും കൽക്കണ്ടവും എല്ലാം ചേർന്നിട്ടാണ് ശ്രീകോവിലിനകത്ത് പൂജിക്കാനായിട്ട് എല്ലാ തവണയും വെക്കാറുള്ളത്. എല്ലാ മതസ്ഥർക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ വളരെ പ്രിയപ്പെട്ടതാണല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറകളിലേക്ക് ഇത്തരം വിശ്വാസങ്ങൾ പകർന്നു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഇപ്പോഴും നിലനിന്ന് പോരുന്നത്. വൈകിട്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നല്ല കൊതുകടിയും കൂടി കിട്ടും കേട്ടോ. നന്നായിട്ട് കൊതുകുണ്ട്. തറവാട്ടിൻ്റെ ചുറ്റുള്ള ഭാഗങ്ങളിലൊക്കെ കുറച്ചൊക്കെ പറമ്പുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പുല്ല് വളരും. അതുകൊണ്ട് തന്നെ നല്ല കൊതുകിന് ക്ഷാമമൊന്നുമില്ല. നന്നായിട്ട് കൊതുകടിയും കിട്ടും. അപ്പോൾ എല്ലാവരും ഒരു 6-6:30 ആകുമ്പോഴത്തേനും ഈ ഒരു പരിപാടികളൊക്കെ തീർത്തിട്ട് നേരെ ഞങ്ങൾ തറവാട്ടിലൊക്കെ പോയിരിക്കുക എന്നാണ് വിചാരിക്കുന്നത്. വൈകിട്ടാകുമ്പോൾ നമ്മുടെ സുന്ദരി വല്യമ്മമാരൊക്കെ സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ ഉടുത്തിട്ടാണ് കേട്ടോ നടക്കുക. അവരെങ്ങനെ കാണാനായിട്ട് തന്നെ നല്ല രസമാണ്. ഓരോരുത്തരായി മാറി മാറി കുഞ്ഞുവാവേനെ എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവനൊരു പരിചയക്കുറവുള്ളതുകൊണ്ട് ആരെടുത്തും അങ്ങനെ പോകുന്നില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് കേട്ടോ ഞാൻ കുത്തമ്മിനാറ് പോലെ വളർന്ന വലിയൊരു കിഴങ്ങ് കണ്ടത്. അത് മറഞ്ഞിട്ട് അപ്പുറത്തുള്ള തെങ്ങിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അവസാനം ആകുമ്പോഴത്തേനും അരി കൂടുതലും തുളസിയില കുറവാകും എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു ബേസിക് തിയറി. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് അടി കൂടുകയാണ്. വല്യച്ഛന് ഇവിടെ അരിയും പൂവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭസ്മത്തിനകത്ത് കർപ്പൂരം കത്തിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും അതിനകത്ത് തൊഴുകയാണ്. പൂജ വെച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പ്രസാദം എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പൂജയുടെ പ്രസാദമായിട്ടുള്ള ഇളനീർ വെള്ളം വളരെ പരിമിതമായതുകൊണ്ട് തന്നെ എല്ലാവരുടെയും വായിലും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുഞ്ഞോവയ്ക്ക് പിന്നെ പ്രസാദമാണ് അമൂല്യമാണെന്നൊന്നും മനസ്സിലാവാനുള്ള പ്രായമാവാത്തതുകൊണ്ട് അവൻ കുറച്ചധികം വാങ്ങി കുടിച്ചായിരുന്നു. മറ്റുള്ള പ്രസാദത്തിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിലും മലരും ശർക്കര പഴം തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനം കൽക്കണ്ടം മുന്തിരിയൊക്കെ ഇവിടെ മിക്സ് ചെയ്യുന്നുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 6:30 ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അപ്പുട്ടാട്ടൻ ഇവിടെ കാര്യമായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാപ്പിനകത്ത്. പിള്ളേരിവിടെ പെസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനകത്തേക്ക് ഇടിച്ചു കയറി ചെന്ന് വീഡിയോ എടുത്തെങ്കിലും അടി കിട്ടാതെ രക്ഷപ്പെട്ടു. ഈ ലോകത്തിൻ്റെ ഏത് കോർണറിൽ എത്തിപ്പെട്ടാലും ഒരു തവണയെങ്കിലും ഞാൻ ഓടിച്ചെല്ലാൻ ഇഷ്ടപ്പെടുന്ന ഒരിടമാണിത്, എൻ്റെ തറവാട്. അമ്പലത്തിൽ വിളക്ക് കത്തിച്ച ശേഷമാണ് തറവാട്ടിൽ വല്യമ്മ വിളക്ക് കത്തിക്കാറുള്ളത്. വല്യമ്മയുടെ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഞാനിങ്ങനെ എല്ലാ റൂമിലും കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് വനം തീമിലുള്ളൊരു സംഭവം ചാർജറിൽ ഫിക്സ് ചെയ്ത് കണ്ടത്. കൊള്ളാലേ, നന്നായിട്ടുണ്ട്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പുട്ടേട്ടനോട് ഞാൻ പെർഫ്യൂം ചോദിച്ചപ്പോൾ എനിക്ക് തരാനായിട്ടുണ്ട്. ചേച്ചിമാർ രണ്ടുപേരും ഇവിടെ നല്ല സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷനിലാണ്. കുറേ നേരം ഞാൻ അലമ്പാക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. കുറച്ച് കൂടുതൽ കൂടുതൽ മതിയാ? എന്താ കുറച്ചുള്ള തിന്നാ? സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരെയും ഒരുപോലെ ഓടി നടന്ന് വിറപ്പിക്കലാണ് എൻ്റെ പരിപാടി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. ഞാൻ സാധനം കണ്ടുപിടിച്ചിട്ട് ഇടങ്ങഴി. ഈശ്വര, ഈ കുരിപ്പ് ഫോണും കൊണ്ട് ഇവിടെ എത്തിയോ എന്നുള്ളതാണ് ഈ ഒരു എക്സ്പ്രഷൻ. ഞാനിവിടെ കുഞ്ഞാവേനെ തിരഞ്ഞു വന്നാണ് കേട്ടോ. ആളിവിടെ വിരല കൂമ്പി കിടക്കുകയാണ്. ഏകദേശം ഉറക്കമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രസാദം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങളുടെ അനുചേച്ചി വിളിച്ചത്.
പുള്ളിക്കാരി ഇപ്പോൾ ഉള്ളത് ബാങ്കോക്കിലാണ്. കുറച്ച് സമയമായിട്ടുള്ളൂ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാടൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരെയും കൂടി ഒന്നിച്ച് കിട്ടിയപ്പോൾ ഓരോരുത്തരോടായിട്ട് മാറി മാറി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രസാദം ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ചെയ്തില്ലെങ്കിലും ഇതുപോലെ ഇളക്കി മറിക്കാനായിട്ട് എൻ്റെ ചേച്ചിയെ കഴിഞ്ഞുള്ളൂ, വേറെ ആരും. പ്രസാദമൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്ന തിരക്കിലായിരുന്നു. ഇത്രയും വലിയ ഞാനിവിടെ നിന്നിട്ട് എനിക്കെന്താ തരാത്തതെന്ന് ചോദിച്ചപ്പോൾ അമ്മ തിരിച്ചു വന്നിട്ട് എനിക്ക് തന്നെ തരുമായിരുന്നു. കുഞ്ഞുവാവയ്ക്ക് ഒന്നായിട്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും കുറേശ്ശേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവന് വേണ്ടതൊരു പിടി അവൻ തന്നെ വാരിയെടുത്തിട്ടുണ്ട്. വല്യമ്മയും വലിയ ചേച്ചിയും കൂടി എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുവേ ഞാൻ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ചായ അവോയ്ഡ് ചെയ്യാറാണെങ്കിലും വല്യമ്മ ഉണ്ടാക്കിയ ചായ ഞാൻ ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല. അതിനൊരു പ്രത്യേക രസമാണ്. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഓണപരിപാടിയെ കുറിച്ചിട്ടുള്ള സീരിയസ് ഡിസ്കഷൻ നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഓണപ്പരിപാടി നടത്തണ്ടേ, എന്തൊക്കെ പരിപാടികളാണ് നടത്തുക എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഞങ്ങളിപ്പോൾ ഓണപ്പരിപാടി നടത്താറുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.